ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇന്നേ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ടാബിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ടാബിനെ കുറിച്ചുള്ള റിവ്യൂ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ടാബ് യൂസ് ചെയ്യുമ്പോൾ PSC പഠനം എത്രമാത്രം സിമ്പിളാണ് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ലാതെ ടാബ് റിവ്യൂ ചെയ്യാൻ മാത്രമുള്ളൊരു ടെക്കിയൊന്നുമല്ല ഞാൻ. എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നുമില്ല. ഇതിലാകെ എനിക്കറിയാവുന്നൊരു കാര്യം സ്റ്റോറേജ് 128 GB ഉണ്ട് എന്നുള്ളതും, പിന്നെ ഫോട്ടോ വലിയ കുഴപ്പമില്ല, ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. പിന്നെ അങ്ങനെ ഹാങ് ആവറും കാര്യങ്ങളൊന്നുമില്ല. ഇത്ര മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാതെ ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നോക്കാൻ മാത്രമുള്ള ഒരു ജ്ഞാനം എനിക്കില്ല. അപ്പം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് പോകാറുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ടാബ് എന്നുള്ള ടോട്ടലി ഇങ്ങനെയാണ് അവസ്ഥ. പിന്നെ ടാബിൻ്റെ വില എത്രയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടാബിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയ സമയത്ത് 22,000 ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. 22,000 സംതിങ് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓൺലൈനിലുള്ളതിനേക്കാളും കുറച്ച് റേറ്റ് കൂടിയിട്ടായിരിക്കുമല്ലോ കടകളിലുണ്ടാവുക. അങ്ങനെയല്ലേ? അങ്ങനെയാണ് എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഓൺലൈനിൽ നോക്കുമ്പോഴത്തേക്കാളും ചെറിയ എന്തോ പൈസ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. പിന്നെ അപ്പോൾ റേറ്റിൻ്റെ കാര്യം ഇത്രയൊക്കെയാണ്. ഇപ്പം എന്തായാലും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. റെഡ്മി പാഡ് പ്രോ ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ടാബ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ സിം വരുന്ന ഒരു വേർഷൻ ഉണ്ടായിരുന്നു അന്ന് തന്നെ. സിം വരാത്തതൊന്നുണ്ടായിരുന്നു. പിന്നെ ഞാനന്ന് സിം ഇല്ലാത്ത ഇതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. മെയിൻലി എന്താ വെച്ചാൽ ഞാൻ ഒരു സിമ്മേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ സിം എൻ്റെ ഫോണിൽ എന്തായാലും വേണം. പിന്നെ എന്തായാലും ഞാൻ ടാബിക്ക് ഇടാൻ പോണില്ല എന്നായിരുന്നു എൻ്റെ അന്നത്തെ ചിന്ത. പക്ഷേ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു ടൈമിൽ. കാരണം എൻ്റെ ഫോണ് പിന്നെ മാറ്റേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മറ്റേ ഫോൺ കേട് വരികയും ചെയ്തു. പുതിയ ഫോൺ വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു 2, 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സിം ഇടാൻ ഞാൻ പിന്നെ വേറെ ഫോൺ തൽക്കാലം ഉപയോഗിച്ചു. പക്ഷേ ഞാൻ ആ സമയത്ത് ചിന്തിച്ചത് ഇങ്ങനെ ടാബിൽ തന്നെ ഈ സിം ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ 2, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ടാബ് വർക്ക് ചെയ്യുന്നത് വൈഫൈ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ടാബിനെ കുറിച്ചുള്ള ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടാബാണ്. മീൻസ് നല്ല ടാബ് നല്ല അടിപൊളി ടാബാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. 128 GB സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. വലിയ അങ്ങനെ ഫോൺ മീൻസ് ടാബ് അങ്ങനെ ഹാങ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മെയിൻലി ഇത് വാങ്ങുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ PSC പഠനം ആരംഭിച്ചപ്പോൾ തന്നെ പോയി ടാബൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തായിരുന്നു സ്റ്റോറി വെച്ചാൽ ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ചെറിയ ഫോൺ റെഡ്മിയുടെ ഒരു ഫോണാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. അതിൽ സ്റ്റോറേജ് വളരെ കുറവായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാങ്ങിയപ്പം മീൻസ് അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഫോൺ ഹാങ് ആവുമായിരുന്നു. ഫോൺ ഹാങ് എന്ന് പറഞ്ഞാലും പോരെ, ഞാനിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം ഹാങ് ആവും. എന്തോ എന്നോടെന്തോ ദേഷ്യമുള്ള പോലെയാണ്. എന്നിട്ട് ഫോൺ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും കാണാമെന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റിലങ്ങ് ഞാൻ ക്ലാസ് അങ്ങ് പ്ലേ ചെയ്യുമ്പോഴേക്കും ഫോൺ ഹാങ് ആവും. ഫോൺ സ്വിച്ച് ഓഫ് ആവും. അപ്പോഴേക്കും എൻ്റെ മൂഡ് മൊത്തം പോവും. എൻ്റെ മൂഡ് പോകുമ്പോഴേക്കും ഫോൺ ഓൺ ആവും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാരണം എനിക്ക് എൻ്റെ പഠനം ആകെ മൊത്തത്തിൽ മടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ ഇങ്ങനെ വരുമ്പോഴേക്കും ഫോൺ ഓഫ് ആവും. അപ്പോഴേക്കും ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ വാങ്ങണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഓക്കെ. അപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞു, ശരി ഇപ്പോൾ ഫോൺ വാങ്ങണ്ട, അതിന് പകരം ലാപ്ടോപ്പ് വാങ്ങിക്കോ. അത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലാപ്ടോപ്പ് എന്തായാലും അത് വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പും അത് ആകെ കേട് വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. ചാർജറിൻ്റെ ഒക്കെ ഭയങ്കര വിഷയമുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തായാലും ലാപ്ടോപ്പ് വാങ്ങാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തായാലും ലാപ്ടോപ്പ് വാങ്ങണ്ട. എനിക്കത് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി കൺവീനിയൻസ് കുറവായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായത്. പക്ഷേ ഒരുപാട് പേര് ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കെന്തോ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് ടാബാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആൻഡ്രോയിഡ് മോഡലാണല്ലോ. ലൈക്ക് നമ്മൾ ഫോൺ എങ്ങനെ യൂസ് ചെയ്യണം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടാബ് യൂസ് ചെയ്യാൻ പറ്റും. എത്ര സിമ്പിളായിട്ട് തന്നെ. അത് ടച്ച് സ്ക്രീനാണ് കാര്യങ്ങൾ. അതിൽ ആപ്പിലും ചിലതൊക്കെ ടച്ച് സ്ക്രീൻ ഉണ്ട്, അങ്ങനെയല്ല. ടാബ് വന്നിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്ന അത്ര സിമ്പിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പ് കുറച്ചും കൂടി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യേണ്ട രീതിയിലൊന്നും വർക്ക് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് ഭയങ്കര ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അറിയൂല്ല. ഓക്കെ. അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ എന്തായാലും ടാബ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ടാബ് വാങ്ങാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തണം കേട്ടോ. അപ്പം ഇതാണ് ടാബ് വാങ്ങിയതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ടാബ് വാങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഫോണിൻ്റെ ഈ പ്രശ്നം കൊണ്ട്. പക്ഷേ എനിക്കിത് വാങ്ങിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റേത് ഫോൺ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും ചെറിയ സ്ക്രീനാണ്. അപ്പോൾ ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ കാണുമ്പോൾ അല്ലേ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാനിങ്ങനെ ടാബ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. ടാബ് ഇല്ലാതെ നിങ്ങൾക്ക് പഠനം നടക്കൂല എന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ടാബ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയണത്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പണ്ടത്തെ ഫോണെന്ന് പറഞ്ഞാൽ തൊട്ടാൽ അപ്പം ഭയങ്കര ഹാങ് ആവുന്ന ഒരു ഫോൺ ആയതുകൊണ്ട് മാത്രമാണ് ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അല്ല എങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പോഴും ആ ഫോൺ തന്നെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക തോന്നുന്നു. അത് നല്ല രീതിയിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ഫോൺ തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നേ തോന്നുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ PSC പഠിക്കാൻ ആരംഭിക്കുമ്പോഴേക്കും പോയി ടാബ് വാങ്ങണം എന്നൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്തോളൂ.
ടാബ് വാങ്ങുന്നതിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഫോണായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ നേരം ക്ലാസ് ഇങ്ങനെ കാണുമ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ലൈക്ക് യൂട്യൂബിലെ ക്ലാസ്സസ് ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബുക്ക് വായിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ലായിരുന്നു. പക്ഷേ ഒരു ഫുൾ ടൈം ഏത് സമയം ഇരുന്നിട്ട് ഈ ക്ലാസ് കാണുന്നതുകൊണ്ട് തന്നെ കണ്ണിനത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു വിഷയമായിരുന്നു. പക്ഷേ ടാബ് വന്ന സമയത്ത് സ്ക്രീൻ വലുതായി. സ്ക്രീൻ നല്ല വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ എനിക്കത് കുറച്ചുകൂടി കണ്ണിന് അത്ര സ്ട്രെയിൻ ഇല്ലാത്തതുപോലെ തോന്നി. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ PDF വായിക്കൽ കുറച്ചുകൂടി സിമ്പിളായിട്ടോ. PDF ഞാൻ ഇപ്പോൾ PYQs ഒക്കെ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വായിക്കണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് ആ ചെറിയ സ്ക്രീനിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സൂമൊക്കെ ചെയ്തിട്ട് വായിക്കണമായിരുന്നു. എന്നാൽ നമ്മൾ ഈ ടാബിൽ എന്ന് പറയുന്ന സമയത്ത് കറക്റ്റ് ഒരു A4ൻ്റെ സൈസിലുള്ള സാധനങ്ങളൊക്കെ സിമ്പിളായിട്ട് ഒന്ന് വായിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ ടാബ് വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പ്രിൻ്റ് ചെയ്യാനുള്ള പൈസ ലാഭം കിട്ടും കേട്ടോ. ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒരുപാട് ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുറച്ചധികം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതിന് നല്ല പൈസയാവും. ചിലപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ ഈ ടാബ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രിന്റിംഗ് പൈസ നല്ല രീതിയിൽ ചുരുങ്ങിയിട്ടുണ്ട്. ഞാൻ ടാബ് മേടിച്ചതിന് ശേഷം അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പ്രിന്റ് എടുത്തിട്ടുള്ളൂ. അതായത് ചില സിലബസ്, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് നോട്ട്സും പിന്നെ ഹാൾ ടിക്കറ്റ്സും അത് പിന്നൊന്നും പ്രിന്റ് ഔട്ട് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ടാബ് വാങ്ങിയതിന് ശേഷം പ്രിന്റ് ഔട്ട് എടുത്തിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പൈസ എനിക്ക് തോന്നുന്നു പലർക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെ ഈ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് ചിലവാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് ഒരുപാട് ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നോട്ട്സ് എഴുതിയെടുക്കുക എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടായി തോന്നൂലേ. നമ്മളിപ്പോൾ തീരെ ഒരു നല്ലൊരു മൂഡിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നോട്ട്സ് ഒന്നും എഴുതിയെടുക്കാൻ തോന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് നോട്ട്സൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കളേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഈ ടാബിൽ അത് ചില ഫോണിലുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ ഫോണിലില്ല, എന്നാലും മുൻപത്തെ ഫോണിലുണ്ടായിരുന്ന ഒരു ഡൗട്ട് ഉണ്ട്. എന്നാൽ ഏതൊരു അപ്ഡേറ്റ് വന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഫീച്ചർ പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറാട്ടോ. അതായത് ഒരേ സമയത്ത് തന്നെ 2 ടാബ് ഒരേ സമയത്ത് 2 ടാബ് ഇൻ ദ സെൻസ്, അതായത് ഇപ്പം നമ്മൾ യൂട്യൂബും അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും PDF അല്ലെങ്കിൽ ഇപ്പം PDF കൂടെ തന്നെ വേറെ ഒരു ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും അറ്റ് എ ടൈം തന്നെ 2 എണ്ണം ഒരേ സമയത്ത് നോക്കാം. ചില സമയത്ത് ചില നോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൽ PDF ഒരുപാട്, അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ ടാബ് അധികം യൂസ് ചെയ്യുന്നത് പഠന കാര്യങ്ങൾക്ക് മാത്രമല്ലാത്ത കാര്യങ്ങൾ ചില സമയത്ത് എനിക്ക് അത്രയും ബോറടിക്കുന്ന സമയത്ത് അത്ര അപൂർവമായിട്ട് സിനിമകൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ ഗെയിം കയറ്റാറുണ്ട്. ഗെയിം കയറ്റിയിട്ട് ഒരു തവണ കളിക്കുമ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കാറുണ്ട് കേട്ടോ. അപ്പം അതാണ് ഞാൻ ടാബിൽ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യം. അത് പഠനമല്ലാതെ ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അധികം ഞാൻ ടാബിലേക്ക് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം സ്റ്റോറേജിൻ്റെ പ്രശ്നം വരുമോ ചിന്തിച്ചിട്ട്. പക്ഷേ ഗെയിം കയറ്റുകയാണെങ്കിൽ തന്നെ ഒരു തവണ കളിക്കുമ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യും. ഇപ്പം ഞാൻ അത് ഗെയിം കളിച്ച് ഡിലീറ്റ് ആക്കിയിട്ടുള്ളൂ. അത് ഇടയ്ക്ക് മീൻസ് എപ്പോഴെങ്കിലും കേട്ടോ, ഒരു 2 ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ കയറ്റാറുള്ളൂ. അല്ലാതെ ഞാനങ്ങനെ ടാബിലേക്ക് അങ്ങനെ ഗെയിമൊന്നും കയറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ടാബ് ഇപ്പോൾ എവിടെ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബുക്കൊന്നും എടുത്ത് കുറേ ഈ റാങ്ക് ഫയൽ അല്ലെങ്കിൽ കുറേ ബുക്സ് ഒന്നും എടുത്തിട്ട് നമ്മളിപ്പോൾ എങ്ങോട്ടേലും വിരുന്നൊക്കെ പോകാന്നുണ്ടെങ്കിൽ എവിടെ ഇതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളെങ്ങോട്ടേലും പോകണം നിർബന്ധമാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന അതേ ഗുണം തന്നെ. പക്ഷേ ഫോണിലാകുമ്പോൾ ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ടാബാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠന കാര്യങ്ങൾക്ക് മാത്രം ആവുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാബ് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠനം എന്നുള്ള കാര്യം സിമ്പിളായിട്ട് നടക്കും. അത് എവിടെയാണെങ്കിലും ഇരുന്ന് പഠിക്കാനൊക്കെ നമുക്ക് സിമ്പിളാവും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഇപ്പം രാവിലെ എണീറ്റ് പഠിക്കുന്ന സമയത്ത്, അതായത് ഫോൺ എൻ്റെ അടുത്ത് വേണ്ട എനിക്ക് തോന്നണം. അതായത് ആരും വിളിക്കാൻ സാധ്യത, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വീട്ടിലാരെങ്കിലും തന്നെ വിളിക്കാൻ സാധ്യത ഉണ്ട്, അങ്ങനെ തോന്നുന്ന സമയമല്ലേ. അതായത് എൻ്റെ ഫോൺ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവാറുള്ളൂ. ടാബിലാണെന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ഒരുപാട് ആപ്പുകളും കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെ എൻ്റെ ഫോണിലാണ്. പിന്നെ ഉള്ളത് വാട്സാപ്പാണ്. വാട്സാപ്പ് ഞാൻ അധികം മീൻസ് ഫോണിൽ ടാബിലുണ്ട്, പക്ഷേ അതിന് കണക്ഷൻ ക്യാൻസൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കണക്ഷൻ ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഇതിലേക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വാട്സാപ്പ് ത്രൂ എന്തെങ്കിലും ഈ ടാബത്തെ കാര്യം സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ടാബ് യൂസ് ചെയ്യാറുള്ളൂ. ലൈക്ക് ടാബിൽ വാട്സാപ്പ് ഓൺ ആക്കാറ്.
അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ടാബ് വാങ്ങിയോണ്ടുള്ള ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ എന്തെങ്കിലും അതായത് ഇതിനേക്കാളും ഗുണങ്ങൾ എന്തായാലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ടാബ് വാങ്ങിയിട്ട് ഇതുവരെ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു സമയത്തും എനിക്ക് വാങ്ങേണ്ടിയിരുന്നില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ആകെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റിഗ്രറ്റ് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിം ഉള്ളത് വാങ്ങാം. സിം ഉള്ള ഒരു ടാബ് ഉണ്ടായിരുന്ന സമയത്ത് അത് വാങ്ങിയാൽ മതി. ഇതിനേക്കാളും ചിലപ്പോൾ രൂ. 2000 3000 അങ്ങനെ എന്തോ കൂടുള്ളായിരുന്നു. അപ്പം ഞാനന്ന് എന്നാ വേണ്ട കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യാൻ സാധ്യതയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് വാങ്ങിയത്. അതും കൂടി ഉള്ളതായിരുന്നെങ്കിൽ ഞാനന്ന് ഞാൻ പറഞ്ഞല്ലോ 2, 3 ദിവസം ഇങ്ങനെ ലൈക്ക് സിം യൂസ് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടിയിരുന്നു. വേറെ ഫോണിലുണ്ടായിരുന്നു. പക്ഷേ ടാബിൽ അതായത് കുറച്ചുകൂടി കൺവീനിയന്റ് ആണെന്ന് തോന്നിയിരുന്നു ആ സമയത്ത്. അപ്പം അന്ന് എനിക്ക് വേണമെങ്കിൽ സിം ഇതിലേക്ക് ഇടായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ടാബ് വാങ്ങിയതിന് ശേഷം എനിക്ക് ആസ് ഓഫ് നൗ ഇതുവരെ ട്ടോ അത് ഞാനിപ്പോൾ 2026 ജൂലൈ 29 വരെ ഞാൻ 29 രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം എനിക്ക് ഇതുവരെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. സംഭവം നിങ്ങള് ഇപ്പോൾ ഒരു ടാബ് വാങ്ങണം എന്നൊന്നും ഞാൻ പറയണില്ല. പിന്നെ ഞാന് മെയിൻലി ഒരു സംഭവം പറയട്ടെ. ഞാൻ വിചാരിച്ച കാര്യത്തിൽ ഞാനിപ്പം ഇൻ കേസ് ജോലിക്ക് കയറുകയാണെങ്കിലും എനിക്ക് ടാബ് യൂസ്ഫുൾ ആവും. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ പോലും എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ടാബ് യൂസ് ചെയ്യാൻ പറ്റും. ടാബ് നമ്മൾ ഈ പഠനം കഴിയുന്ന പോലെ ഇപ്പം ഒരു ജോലി കിട്ടി. എന്നാൽ നമുക്ക് റാങ്ക് ഫയൽ മാറ്റി വെക്കാം. നമുക്ക് ഇനി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പോലെ നമുക്ക് ടാബ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ടാബ് ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് യൂസ് ഉണ്ട്. നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ ടാബ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിത് കുറച്ചുകൂടി നല്ലതായി തോന്നിയതിന്റെ റീസൺ എന്താ വെച്ചാൽ ഞാനൊരു ഓഫ്‌ലൈൻ കോച്ചിങ്ങിന് പോകുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു. ഇപ്പം ഞാനൊരു ഓഫ്‌ലൈൻ കോച്ചിങ്ങിന് പോവാണെങ്കിൽ ഈ ടാബിന് അതേ പൈസയാവും അല്ലേ? ടാബിന് അതേ പൈസയാവും. ഇപ്പോൾ യാത്ര ചെലവ് അത് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം ടാബ് വാങ്ങുന്ന അതേ റേറ്റ് തന്നെ ഇപ്പോൾ ഞാനൊരു കോച്ചിങ്ങിന് പോവാണെങ്കിൽ അതൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ അർത്ഥം എന്താ കോച്ചിങ് കളഞ്ഞിട്ട് നിങ്ങളിരുന്ന് ടാബ് വാങ്ങണം എന്നില്ല. ഓക്കെ. ഞാൻ ആ സമയത്ത് എൻ്റെ ഈ ടാബ് വാങ്ങിയ ആ ഒരു ആക്ഷനെ ഞാൻ വാലിഡേറ്റ് ലൈക്ക് എന്ത് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുന്ന കാര്യമാണ് ട്ടോ ഞാൻ പറയണത്. അപ്പോൾ ടാബ് വാങ്ങുന്നത് ഒരു മോശമാണെന്നോ അല്ലെങ്കിൽ ടാബ് വാങ്ങിയാലേ നല്ലതാവുള്ളൂ അങ്ങനെ ഒരു സംഭവമില്ല. കോച്ചിങ്ങിന് പോയാലും എന്ത് ചെയ്താലും നമ്മളെങ്ങനെ പഠിക്കുന്നു, നമുക്ക് ജോലി കിട്ടുന്നുണ്ടോ, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാറ്റർ ചെയ്യണത്. ഇപ്പോൾ ടാബ് വാങ്ങി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കില്ല. എന്താ അപ്പോൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചുകൊണ്ട് എനിക്കറിയില്ല. അതായത് ഇന്ന കാര്യങ്ങൾ മാത്രം ചെയ്തത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എത്രത്തോളം ഒരു എക്സാം ഹാളിൽ ഇരുന്ന് പെർഫോം ചെയ്യും. നമ്മൾ എത്രത്തോളം വീട്ടിലിരുന്ന് പഠിക്കുന്നു എന്നുള്ള കാര്യം പോലും അല്ല മാറ്റർ ചെയ്യണത്. നമുക്ക് എത്രത്തോളം അത് എക്സാം ഹാളിൽ നമുക്ക് മാർക്കാക്കി എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ ശരിക്കും കാര്യം. അപ്പം ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് ഉറപ്പാണ് എന്നെക്കാട്ടിലും ഒരുപാട് പഠിക്കുന്ന, ഒരുപാട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ ഇതിലുണ്ടാവും. ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുന്നുണ്ടാവും. അത്രയും അവർ 100% കൊടുത്തിട്ടും ചിലപ്പം ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ അത് എന്തായിരുന്നു ചോദിച്ചാൽ ചിലപ്പം റാങ്ക് നമ്മൾ ഒരു എക്സാം ഹാളിൽ ചെന്നിരുന്നിട്ടുള്ള ഒരു ടെൻഷനാവും. അല്ലെങ്കിൽ എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് പെർഫോം ചെയ്യുന്ന അത്ര ഈസി ആയിട്ട് ചിലപ്പോൾ നമുക്ക് അവിടെ ക്ലാസ്സിലിരുന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ മാറ്റർ ചെയ്യണ കാര്യമാണ്. നമ്മൾ എന്താ അപ്പോൾ ഒരു ടാബ് വാങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് റാങ്ക് ഫയൽ വാങ്ങിയത് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച സാധനം ടാബ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നതെന്നല്ല. പക്ഷേ ഇതൊക്കെയാണ് ടാബ് വാങ്ങാൻ നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ വേണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് റീസൺ ആയിട്ട് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കത് ഇത് റീസൺ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ചിലപ്പോൾ ഇത് റീസൺ അല്ല എന്ന് വേണമെങ്കിൽ എടുത്തിട്ട് ടാബ് വാങ്ങാതിരിക്കാം ഒക്കെ ഞാൻ നോക്കാം. പിന്നെ അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയട്ടെ ഇപ്പം നിങ്ങൾക്ക് ടാബ് വേണ്ട ഇങ്ങനെ ഫിസിക്കലായിട്ട് പേപ്പർ തന്നെ കിട്ടിയാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ ഒരു ടാബ് യൂസ്ഫുൾ ആവില്ല. ചിലവർക്കുണ്ടാവും ഇങ്ങനെ ബുക്കിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടാബിൽ എന്തായാലും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഫിസിക്കലി നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്ന അത്ര ഒരു സുഖം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ടാബിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ടാബ് യൂസ്ഫുൾ ആവാൻ സാധ്യതയില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരില്ലേ, ഇപ്പോൾ ഫുൾ ടൈം ഓഫ്‌ലൈൻ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് അങ്ങനെ വല്ലാതെ കാണുന്നില്ല, എപ്പോഴെങ്കിലുമൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ടാബ് വാങ്ങാന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു എമൗണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ആ ഒരു എമൗണ്ട് ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടതായിട്ടില്ല എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബ് മാത്രം യൂസ് ചെയ്താൽ കാണുന്നത്. പിന്നെ ഓരോ ആപ്പുകൾ അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പഠിക്കാനുള്ള ആപ്പുകളൊക്കെ ലൈക്ക് അങ്ങനെ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടാബ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷന് മീൻസ് നിങ്ങളുടെ സാഹചര്യം മാത്രം വെച്ചിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണോ നിങ്ങൾക്ക് ഇപ്പോൾ ചിലർക്ക് ഫോണിന് യൂസ് ചെയ്യാൻ തീരെ കംഫർട്ടബിൾ അല്ല. ഫോണിൻ്റെ ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്നത് ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടോ, അങ്ങനത്തെ ആൾക്കാരോടൊക്കെ ചെന്നിട്ട് ഞാൻ ടാബ് നിങ്ങൾ വാങ്ങിക്കുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് ശരിക്കും വാങ്ങാം. ഓക്കെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഇപ്പോൾ ഫോണിലുള്ള അതേ ഡിസ്ട്രാക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ടാബിലും കൊണ്ടുവരാം. അതായത് ഇതിലിപ്പോൾ യൂട്യൂബ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസൊക്കെ ഇരുന്ന് കാണാം. നെറ്റ്ഫ്ലിക്സ് വേണമെങ്കിൽ കയറ്റാം, ഗെയിംസ് കയറ്റാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഗെയിംസ് കയറ്റാറുണ്ട്. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ പ്രാന്ത് പിടിക്കുമ്പോൾ ഞാൻ ഗെയിംസ് കയറ്റാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. സോഷ്യൽ മീഡിയാസ് വേണമെങ്കിൽ ഇതിൽ കയറ്റാം. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ചിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ടാബിലൊക്കെ ഇങ്ങനെ കീബോർഡും സ്റ്റൈലസ് ഒക്കെ ഉള്ളത്. ഇപ്പം എന്റെ ടാബിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൽ നമ്മള് എനിക്ക് വാങ്ങിയ സമയത്ത് ഇതിന്റെ കൂടെ വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്ക്രീൻ ഗാർഡ് പോലും വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്ക്രീൻ ഗാർഡ് കിട്ടിയില്ല പറഞ്ഞത് പിന്നെ ഒരു റെഡിയാക്കി തരാന്ന് പറയുന്നത്. പക്ഷെ പിന്നെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അതിന്റെ സ്ക്രീൻ ഗാർഡ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ഇതിന്റെ ഈ കവർ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. ആമസോണിൽ വാങ്ങിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഈ സ്റ്റൈലസ് ശരിക്കും ഒരു പെന്നുണ്ട്. എന്നാൽ ഈ പെന്ന് ഞാൻ ചെറിയ റേറ്റിന് വാങ്ങിയത്. ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് അറിയാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഒറിജിനൽ അതിന്റെ സ്റ്റൈലസ് പെൻ പറഞ്ഞ വേറെ പെന്നുണ്ട് ശരിക്കും കിട്ടും. നമുക്ക് ഇങ്ങനെ എഴുതാനും വായിക്കാൻ മീൻസ് എഴുതാനൊക്കെ പറ്റും ആ ഒരു പെൻ വെച്ചിട്ട്. ആ ഒറിജിനൽ പെൻ അല്ല അത്. ചില ചില ടാബില് സ്റ്റൈലസ് പെന്നോട് കൂടിയാണ് വരുന്നത്. അത് കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നു. പക്ഷെ റേറ്റ് കൂടുമെന്നൊരു ഡൗട്ട് ഉണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ഇത് ഈ ടാബ് വാങ്ങിയ ആ ഒരു സമയത്തായിട്ട് ഒരു പെന്ന് വാങ്ങിയ ഒരു ആവശ്യത്തിൽ കയറി വാങ്ങിയതാണ്. അത്ര ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ യൂസ് ചെയ്തോ ചോദിച്ചാൽ ആദ്യം വാങ്ങിയ കുറച്ച് ദിവസം ഇത് യൂസ് ചെയ്തു എന്നല്ലാതെ അങ്ങനെ വല്ലാതെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് പെന്ന് യൂസ് ചെയ്യലൊക്കെ. എനിക്ക് എന്തായാലും അത്ര ആവശ്യം ഇതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇത് ഒറിജിനൽ അല്ല. ഇതിന്റെ ഒറിജിനൽ സ്റ്റൈലസ് പെൻ അല്ല. അപ്പോൾ അതുകൊണ്ട് അത്ര ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റൈറ്റിങ്ങും കാര്യങ്ങളും ഈ ഒരു പെൻ യൂസ് ചെയ്താൽ കിട്ടൂല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ടാബ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഒക്കെ നിങ്ങളുടെ മാത്രം ഇൻട്രസ്റ്റ് ആണ്. ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ട് മാത്രം നിങ്ങൾ അതിലൊരു തീരുമാനം എടുക്കേണ്ടതില്ല. നിങ്ങൾക്കത് ആവശ്യമാണോ, അനാവശ്യമാണോ, അത്യാവശ്യമാണോ? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ ചിന്തിച്ചിട്ട് മാത്രം ഇത് വാങ്ങിയാൽ മതി. ഓക്കെ. പിന്നെ നിങ്ങൾ ടാബ് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മീൻസ് അതിൽ വാങ്ങണം എന്ന് ഞാൻ നിർബന്ധം പറയുന്ന ഒരു 2 കാര്യങ്ങൾ. ഒന്ന് ടാബിന്റെ കവറും പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡ് ഇല്ലേ, ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ വാങ്ങുക. ബാക്കിയൊക്കെ ഇതിന്റെ കീബോർഡൊക്കെ വേണമെങ്കിൽ വാങ്ങാം. അത്രേ ഉള്ളൂ. ഞാൻ കീബോർഡൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അത് അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ നമുക്ക് ഒരു ടെലിഗ്രാമിൽ ചാനലുണ്ട്. അതിൽ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലിരുന്ന ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതേ ഇല്ല, അതായത് ഒരു PSC യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ പറയുന്നതിൽ ഫീഡ്ബാക്ക് അതിലൂടെ പറയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇത് അവൈലബിൾ ആവണമെന്നില്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അതിലൂടെ മെസ്സേജ് അയക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം തീർച്ചയായിട്ടും പരിഗണിക്കുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് അയച്ചു കൊടുത്താൽ നല്ലതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.